അസ്സലാമു അലൈക്കും ഗൈസ്, ഇന്ന് സൺഡേ ആണ്. സൺഡേ എത്ര മാക്സിമം വൈകി എണീക്കാൻ പറ്റുമോ അത്രയും വൈകി എണീക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നോർമലി നമുക്ക് ലീവ് ഉള്ളത് സൺഡേ മാത്രമാണല്ലോ. സോ സാറ്റർഡേ നന്നായിട്ട് എൻജോയ് ചെയ്യും, വൈകി കിടന്നുറങ്ങും. സൺഡേ തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം സൺഡേ ഇനി എന്തൊക്കെ ചെയ്താലും നാളെ ഓഫീസിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചടപ്പാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതിന് എത്ര കഷ്ടപ്പെട്ട് ഓഫീസിൽ പോകുന്നതെന്നല്ലേ. പോയാലേ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഏകദേശം ഒരു 3:30 മണി സമയത്താണ് ഞാൻ രാവിലത്തെ ചായ കുടിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റവൻ്റെ ഉപ്പുമാവും പഴവും. ഇന്ത്യൻ ബനാനയാണ് ഈ ഉപ്പുമാവിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പക്ഷേ എനിക്ക് ഫിലിപ്പിനി പഴയേ കിട്ടിയുള്ളൂ. ഇങ്ങനത്തെ ഉപ്പുമാവിൻ്റെ കൂടെ നോൺ വെജ് കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? ഈ മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ എനിക്കതും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ അതൊന്നും കിട്ടിയില്ല, അത് തൽക്കാലം പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ ചായയായാലും കാപ്പിയായാലും എന്നെ പോലെ കുടിക്കുന്നവരുണ്ടോ? പാട്ട കണക്കിന് കുടിക്കുന്നവർ. എനിക്ക് ജസ്റ്റ് ഒരു കപ്പിലോ ഒരു ഗ്ലാസ്സിലോ മാത്രം കുടിച്ച് കഴിഞ്ഞാൽ ആ കുടിച്ചൊരു ഫീൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പാട്ട കണക്കിനെടുത്തിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടേ. പിന്നെ എൻ്റെ പല വീഡിയോസും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ഫുഡിയാണ് കേട്ടോ. അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. സത്യം, എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്രദർ ഇന്ന് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അവന് കുറച്ച് ഉപ്പുമാവ് ബാക്കി വെച്ച് ഞാൻ നേരെ അടുത്ത കുക്കിങ്ങിനെ കിച്ചണിലേക്ക് പോയിട്ട് ഒരു പാൽവാഴക്ക സെറ്റാക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ നോമ്പിൻ്റെ ഒരു വീഡിയോയിൽ പാൽവാഴക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അത് നന്നായിട്ടുണ്ടായിരുന്നേ. ഇന്ന് അവസ്ഥയായിരുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴവും ഒന്നും കുറച്ചില്ല, എല്ലാം ഉണ്ടായിരുന്നു. ഈ പഴമല്ല കേട്ടോ നമുക്ക് വേണ്ട, ഇന്ത്യൻ ബനാന തന്നെയാണ് പാൽവാഴക്കൊക്കെ വേണ്ട കേട്ടോ. ഇതൊരുമാതിരി കുഴഞ്ഞ പരുവത്തിലായിരുന്നു നമ്മളിത് ആക്കി വരുമ്പോഴേക്ക്. പക്ഷേ വേറെ രക്ഷയില്ല, ഇത് ഇട്ടേ പറ്റുള്ളൂ. എൻ്റെ ബ്രദറിനില്ലേ പാൽവാഴക്ക പായസം പോലുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പം ഇത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവില്ലേ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അവൻ്റെ ഇൻ്റർവ്യൂ വിളിച്ച് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു ജസ്റ്റ് CV മേടിച്ച് വെച്ച് HR വിളിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ അത് പോയി, പാൽവാഴക്കയോ ഇതും പോയി. കുഴപ്പമില്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അല്ലേ. എന്തായാലും കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ പാൽവാഴക്ക വെക്കുന്നത്. വേറെ പാത്രങ്ങളൊന്നും കാര്യമായിട്ട് ഞങ്ങൾക്കില്ല. ചെറിയ രീതിയിൽ ഞങ്ങൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. തിളച്ച് പൊന്തി ഏകദേശം പൊന്തി വീഴാനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കുറുക്കിയെടുത്തതാ ഈ പരുവത്തിലാക്കി. അതിലേക്ക് ആ പഴവും ഞാൻ തൂമിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് എങ്ങനെയൊക്കെയോ ഒരു പായസം പരുവത്തിലാക്കി. സംഭവം ഉദ്ദേശിച്ചത് പാൽവാഴക്കയായിരുന്നു. വെച്ച് വന്ന് നോക്കുമ്പോൾ പായസമായിപ്പോയി. അപ്പോൾ ഈ സൺഡേ ഇങ്ങനെയൊക്കെ പോട്ടെ, അടുത്ത സൺഡേ നോക്കാം. അപ്പോൾ നാളെ കാണാം.